ഹായ് ഓൾ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വളരെ എളുപ്പത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലും തയ്യാറാക്കിയെടുക്കാവുന്ന ബ്രൗണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. ഇത് നമ്മൾ പല രീതിയിലും തയ്യാറാക്കാറുണ്ട്. ഇതിന് ഏറ്റവും എളുപ്പമുള്ള രീതിയിലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കാവുന്ന നോക്കാം. അധികം സ്റ്റെപ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതെങ്ങനെ അപ്പോൾ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു ബേക്കിംഗ് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് ബട്ടർ കൊണ്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡും ഒന്നും ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇൻ കേസ് ബട്ടർ പേപ്പർ ഇല്ലയെന്ന് കരുതിയിട്ടും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് ഞാൻ 1.5 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ പ്രത്യേകം ശ്രദ്ധിക്കണം. ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഒരു വിസ്ക് കൊണ്ട് നല്ലോണം മിക്സ് ആക്കണം. ഈ ബ്രൗണിക്ക് ബീറ്റർ തീരെ യൂസ് ചെയ്യേണ്ട. ബീറ്റർ ഇല്ലാണ്ട് ഇതുപോലെ വിസ്ക് കൊണ്ട് വേണം നല്ലോണം 1 മിനിറ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കേണ്ടത്. അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം 1 മിനിറ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിലേക്ക് 4 എഗ്ഗ് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള 4 എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എഗ്ഗ് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നല്ലോണം ഇതുപോലെ വിസ്ക് കൊണ്ട് മിക്സാക്കി കൊടുക്കണം. ബീറ്റർ തീരെ ഉപയോഗിക്കേണ്ട. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ 1 ടീസ്പൂണ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതുപോലെ ചോക്ലേറ്റ് കേക്കും മറ്റും ഉണ്ടാക്കുന്ന സമയത്ത് കോഫി ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവേർഡ് ആയിരിക്കും കേക്കിന്. ഇതുപോലെ നല്ലോണം ഒന്ന് വിസ്ക് കൊണ്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഡ്രൈഡ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഡ്ബറീൻ്റെ കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ 3/4 കപ്പ് അരിച്ച് ചേർത്ത് കൊടുക്കണം. കൊക്കോ പൗഡറിൽ എന്തായാലും കട്ടകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു വുഡൻ സ്പൂണ് കൊണ്ട് ഒന്ന് സാവധാനം സർക്കുലർ മോഷനിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. സ്പീഡ് ചേർത്ത് പതുക്കെ പതുക്കെ വേണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കാൻ. നമ്മൾ ഈ സമയത്ത് ബീറ്ററോ മറ്റോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രൗണീൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ഈ ബ്രൗണിക്ക് തീരെ നമ്മൾ ബീറ്റർ യൂസ് ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഗ്രാനുൾസോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചോക്ലേറ്റിൻ്റെ ഈ ഗനാശാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അഥവാ ചോക്ലേറ്റോ മറ്റോ കയ്യിലില്ലെങ്കിൽ ന്യൂട്ടെല്ല ചേർത്ത് കൊടുത്താലും മതി. ഒരു 2 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെയാണ് ഇതുപോലെ ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക.
ഇനി നമുക്ക് ബട്ടർ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നേരത്തെ ചെയ്ത പോലെ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കേക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മിക്സിങ് ഈ കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓവനിലാണ് വെക്കുന്നതെന്ന് വെച്ചാൽ 170 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 25 മിനിറ്റ്സ് വെച്ചാൽ മതി. ഇനി അഥവാ ഓവനല്ലാത്ത എല്ലാവർക്കും ഒരുപോലെ ചെയ്യാവുന്ന രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചും ഇതുപോലെ കേക്ക് തയ്യാറാക്കാം എളുപ്പത്തിൽ. മിക്സിങ് ചേർത്ത ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റിൻ്റെ സ്ട്രിപ്സോ അഥവാ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുക്കാം. അതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. ഗ്യാസ് ഓണാക്കി 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു റിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട, ജസ്റ്റ് റിങ് മാത്രം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കേക്ക് ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 35 മുതൽ ഒരു 45 മിനിറ്റ് വരെ വളരെ ചെറിയ തീയിൽ ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 35 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഒന്ന് സ്ക്യൂറിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് കുത്തി നോക്കാം. എനിക്കിതെടുത്ത ടൈം 40 മിനിറ്റാണ്. ഇതുപോലെ നല്ലോണം വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. ഇത് നമുക്ക് വാനില ഐസ്ക്രീമിൻ്റെ കൂടെയോ അതല്ല ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ കൂടെയോ ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കേക്കാണിത്. ഇത് കണ്ടില്ലേ, പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റി ക്രഞ്ചി ആയിട്ടാണ് ഈ കേക്ക് കിട്ടുക. എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടേ. ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഒരൊറ്റ പാത്രത്തിൽ തന്നെ എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ബീറ്ററോ ഒന്നും ചേർക്കാണ്ട് ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ചൂടോട് കൂടിയാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ ചോക്ലേറ്റ് സിറപ്പ് കൊണ്ടോ അഥവാ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് സോസോ എന്താണുള്ളത് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഹെർഷീസിൻ്റെ സിറപ്പ് കൊണ്ടാണ്